ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചെറുപയർ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് ചെറുപയറാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള ചെറുപയറാണ്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ചെറുപയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കാം. കൈയെടുക്കാതെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ചെറുപയർ നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് വറവായിട്ട് കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഈ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് വലിയ തരികളൊന്നും ഉണ്ടാവരുത്, അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് 1/2 കപ്പ് ശർക്കര ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പൊടിച്ചിട്ട് അങ്ങനെ കിട്ടുന്ന ശർക്കരയാണ്. അപ്പോൾ ഇതിന് കുറച്ച് മധുരം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശർക്കരയ്ക്കനുസരിച്ച് മാറ്റം വരുത്തുകയും ചെയ്യാം. സാധാരണ ശർക്കരയാണെങ്കിൽ ഒരു 1.5 അച്ച് ശർക്കര ചീകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ശർക്കര നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതലുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ശർക്കര വലിയ വേസ്റ്റൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. വേസ്റ്റുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചെറുപയറിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു ശർക്കര വെള്ളവും അതുപോലെ തന്നെ ചെറുപയറിൻ്റെ പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് ഡ്രൈ ആയി പോകരുത് കേട്ടോ, കുറച്ചൊരു നനഞ്ഞിട്ട് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് ശർക്കരയും ആ ഒരു ചെറുപയറിൻ്റെ പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ ഇനി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് നിന്നാൽ ഇത് അത്ര അങ്ങോട്ട് ഉരുട്ടിയെടുക്കാൻ സെറ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ ഇത് ഉരുട്ടിയെടുക്കണം. നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി അഥവാ ഒരുപാട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ ശർക്കര ഒന്ന് മെൽറ്റാക്കിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉരുട്ടിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വലിയ ബോൾസ് ആക്കിയാൽ ഈ ഒരു സ്നാക്കിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഈ ഒരു സ്നാക്കിലേക്ക് ചെറിയൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനൊരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം മതിയാവും മഞ്ഞൾപ്പൊടി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കണം. ഒരിക്കലും ലൂസായിട്ട് പോരുത്, അത്യാവശ്യം നല്ല കട്ടിയായിട്ടുള്ള ബാറ്റർ തന്നെ ആക്കി എടുക്കണം. അതുകൊണ്ട് തന്നെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ബാറ്റർ വേണ്ടത്, ലൂസായിട്ട് പോകരുത്. ഈ ഒരു കട്ടിക്ക് തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഈ ഒരു അരിപ്പൊടിയുടെ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിയുടെ മിക്സിൽ ഇട്ടിട്ടൊന്ന് മുക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടെ നല്ല എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. സ്പൂൺ വെച്ചിട്ട് ആ ഒരു ബോൾസിൻ്റെ മുകളിലേക്കായിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എല്ലാ ഭാഗവും കവറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ എല്ലാതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം.
അപ്പോൾ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഉൾഭാഗത്ത് നല്ല മധുരമുള്ളൊരു കോട്ടും പുറം ഭാഗത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. മുന്തിരിക്കൊത്ത് എന്നാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന് പറയാറുള്ളത്. ഒരു നാടൻ റെസിപ്പിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.